മദീനയിലൊരു മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്. ഇത് പഴയ കാലത്തെ വെള്ളമൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മളെ നാട്ടിൽ പഴയ കൂജ എന്ന മോഡൽ അതിൻ്റെ പാത്രമാണ്. ഇതൊരു ഒട്ടകത്തിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഇത് പരിശുദ്ധ കഅബാലയത്തിലെ കില്ല ഒറിജിനലല്ല, കില്ലയിൽ പതിപ്പിച്ചിരിക്കുന്ന ഇതാണ് കൊടുത്തേക്കുന്നത്, ഒറിജിനലല്ല. ഇത് സ്വഹാബത്തിൻ്റെ കാലത്ത് യുദ്ധത്തിൻ്റെ പടയങ്കിയും ഈ രീതിയിലായിരുന്നു ഇവർ ഈ വാളും പരിചയം ഒക്കെ ഇതേ മോഡലായിരുന്നു. ഇതേ പഴയ കാലത്ത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പഴയ മോഡൽ തന്നെ, മെഷീനും അത്തരം കാര്യങ്ങൾ, പെട്ടി. ഇത് കുറച്ച് ആട്ടാക്കാം. ഇത് അമ്മി, അതൊക്കെ നമ്മുടെ നാട്ടിൻ്റെ അതേ മോഡലുള്ള അമ്മി അതൊക്കെ തന്നെയാണ്. ഇത് പരിശുദ്ധ കഅബാലയത്തിൻ്റെ വാതിലാണ്. വാതിലിൻ്റെ അതേ മോഡലാണ്. കിസുവയാണ്, കഅബാലയത്തിൻ്റെ കിസുവയാണിത്. ഇത് പണ്ടത്തെ കാലത്ത് ഈ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ കണക്ക് പല്ലക്കിൽ കൊണ്ടുപോകൂലേ, ആ രീതിയിലാണ് ആയിഷ ബീവിയൊക്കെ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആ രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇത് സഫ മർവേല കുർസിയുടെ രൂപമാണ്. അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ സഫ മർവേല കുർസിയാണ്. ഇത് കഅബാലയത്തിൻ്റെ വെള്ളം പോകുന്ന പാത്തിയുടെ ഇതാണ്, ഒറിജിനലല്ല, പാത്തി. ഇത് കഅബാലയത്തിൻ്റെ കീയാണ്. ഇത് കണ്ടില്ലേ, മഖാം ഇബ്രാഹിമിൻ്റെ ഇതാണ്. ഇത് വാളുകളാണ്, പണ്ടത്തെ വാളാണ്. ദുൽഫിക്കാറാണ്. ഇത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാളെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഒറിജിനലായി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. ഒറിജിനൽ തുർക്കിയിലാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇതാണ് കുന്തം കണ്ടില്ലേ, കുന്തം ഇതാണ്. ഇത് പിന്നെ ഈ മെഷീൻ ഇത് കറക്കുന്നതും നമ്മൾ പഴയ നാട്ടിലെ ടൈപ്പ് ചെയ്യുന്നതും ഇത് ആ രീതിയിലൊക്കെ ഉള്ളത്. ഇത് ഫിർഗോവിൻ്റെ അതിൻ്റെ ഡമ്മി ആയിട്ടാണ് ആ രീതിയിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേ മോഡലാണ് ഫിർഗോവിൻ്റെ ഇത് കിടക്കുന്നത്. പണ്ടത്തെ കഅബാലയത്തിൻ്റെ ആ ഫോട്ടോ കണ്ടില്ലേ, അതാണ്. അതായത് സഫ മർവയുടെയാണ്. പണ്ടത്തെ മദീനയുടെ ഹറം ഷരീഫിൻ്റെയാണ് ആ ഒരു ഫോട്ടോസാണ് പണ്ടത്തെ. ഇത് നമുക്ക് തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. ഈ ജന്നത്തുൽ ബക്കിയുടെ പഴയ ഫോട്ടോസും ഇത് പണ്ടത്തെ ടെലഫോൺ, നമ്മൾ നാട്ടിലൊക്കെ ഉള്ള രീതിയിലൊക്കെ തന്നെയാണ് പണ്ടത്തെ ടെലഫോണ്. ഇതൊക്കെ ഇത് ആയുധങ്ങളാണ്, പഴയകാലത്തെ തോക്ക്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇത് നമ്മൾക്ക് അറിയാവുന്ന തന്നെ ടെലഫോൺ, പണ്ടത്തെ കാലത്തെ ടെലഫോൺ, നോക്കിയ ടെലഫോണും മറ്റും എല്ലാം ഉണ്ട്. ഇതൊരു കടയാണ്, പണ്ടത്തെ രീതിയിലുള്ളൊരു കടയാണിത്.
പഴയ രീതിയിൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതി തന്നെയാണ് കടകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതല്ലാതെ ശരിയാക്കുന്ന നമ്മളെ ആല പോലെ ഉള്ളത് ഈ തോക്കും മറ്റും അതൊക്കെ ശരിയാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒരു ബാർബർ ഷോപ്പാണ്. ഇത് ഗഞ്ചർ എന്ന് പറയും, ഗഞ്ചർ. ഇവർ അറബികളെ വസ്ത്രത്തിൽ ഇങ്ങനെ സൈഡിലിങ്ങനെ അല്ല ബെൽറ്റ് മാതിരി ഇട്ടിട്ട് ഇതിങ്ങനെ തൂക്കിയിടാറുണ്ട്. ഗഞ്ചർ എന്ന് പറയും. ഇൻഷാ അല്ലാ ഇനി മുകളിലോട്ടൊന്ന് പോവാം. മുകളിൽ എന്താണ് കാഴ്ചകളെന്ന് കാണാം. പണ്ടത്തെ ഡ്രസ്സുകളാണ്, സ്ത്രീകളുടെ ഡ്രസ്സാണ്. ഇത് കബാലത്തിൻ്റെയും മറ്റും പഴയകാല ഫോട്ടോസ്. സ്ത്രീകളുടെ ഡ്രസ്സ് കണ്ടല്ലേ. പണ്ടത്തെ കാലത്തെ ലൈറ്റുകൾ, റാന്തൽ, കൂജ, വാളിൻ്റെ ഉറവ, ഇത് താക്കോലുകൾ, പഴയകാല ഫോണിൻ്റെ രീതി. ഇതിലാണ് പഴയകാലത്തെ തോൽപാത്രം. കണ്ട ഈ രീതിയിൽ ആ ഫോട്ടോയിൽ കാണുന്നില്ലേ, ഈ രീതിയിലാണ് തോൽപാത്രവും ഇതായിട്ടാണ് വെച്ചേക്കുന്നത്. ഇത് ദഫിൻ്റെതാണ്, ദഫിൻ്റെത്. ഇതും ദഫാണ്. ഇതും മറ്റേ തബലയുടെ വേറൊരു മോഡൽ. ഇതെല്ലാം പഴയകാല ആഭരണങ്ങളാണ്. മുള കൊണ്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം. മുളയോ വേറെ എന്തോ തടിയിലൊക്കെ ഉണ്ടാക്കിയതാണ്. പണ്ടത്തെ നമ്മളെ നാട്ടിൻ്റെ പഴയകാലം മുതലുള്ള തുലാസും മറ്റുമൊക്കെ. ഇത് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലാസ് റൂമാണ്. പണ്ടത്തെ TV. ഇവർ ഈ കജൂറിൽ ഈത്തപ്പഴം മരത്തിൽ കയറുന്ന ഈ ഒരു സാധനം കെട്ടിവെച്ചിട്ടാണ് ഇങ്ങനെ കയറുന്നത്. ആ ഫോട്ടോ നോക്കിയേ, അതാണിത്. ഒരു കഴുകനിരിക്കുന്നു. സ്ത്രീകൾ ഈ രീതിയിലാണ് വീടുകളിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മജ്ലിസാണിത്. ഒരു മജ്ലിസ്. ഇത് നമ്മളെ ഈ കാർപ്പൻ്റർ പണിയുടെ ഇതാണ്. ആശാരിമാരുടെ പണ്ടത്തെ രീതിയിലുള്ള ആശാരിമാരുടെ ഇതാണ്. ഇതെല്ലാം खजूर का ये बनाया है. ഇത് നമ്മളെ ഈന്തപ്പനയില്ലേ, ഈന്തപ്പനയുടെ ആ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഐറ്റംസുകളാണ്. ഇത് കാണേണ്ടത് തന്നെയാണ്. ഈന്തപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈന്തപ്പന മരം ആ മരത്തിൻ്റെ ഒന്നുപോലും വേസ്റ്റല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാക്കിയ കരകൗശലം എന്നൊക്കെ നാട്ടിൽ പറയൂലേ, അതേ മോഡലാണിത്. പണ്ടത്തെ ബാഗിൻ്റെ ഇതും അതും ഇതൊക്കെയാണിത് ഈ കാണുന്നത്.
കുട്ടികളെ കിടത്തുന്ന ആ കാര്യം നോക്കിക്കേ, കുട്ടികളെ കിടത്തുന്നതാണ്. ഇങ്ങനത്തെ ഇതിലാണ് നമ്മൾ തൊട്ടിൽ മോഡൽ കുട്ടികളെ കിടത്തുന്നത് ഇങ്ങനെയാണ്. ഇതും വീടിൻ്റെ മജ്ലിസേ ഹൈമ. ആ, ഇത് അവരെ കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ രീതിയിലെന്നാണ് പറയുന്നത്. ഇത് പണ്ടത്തെ മൃഗങ്ങളുടെ, നമ്മളുണ്ടായിരുന്ന മൃഗങ്ങളുടെയൊക്കെ ഒരു രീതിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പഴയ ക്ലോക്കുകൾ, ഇതൊക്കെ നാട്ടിൻ്റെയൊക്കെ അതൊക്കെ സെയിം തന്നെ. കൂജകൾ, പാത്രങ്ങൾ, വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഇങ്ങനത്തെ വലിയ വലിയ പാത്രങ്ങൾ. ഇതിൻ്റെ അകത്താണ് ഖജൂറിൻ്റെ സാധനങ്ങൾ, ഖജൂറൊക്കെ ഇട്ട് വയ്ക്കുന്ന ഇതാണ്. ഈ ഒരു ഭരണി കണക്കത്തെ സാധനത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഹറമൊക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിലാണ് ഇതിങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇൻഷാ അല്ലാ. ഇനി നമുക്ക് ഉഹദ് മല ജസ്റ്റ് ഇവിടെ നിന്ന് മുകളിലോട്ടൊന്ന് പോയി കാണാം. ഇതിൻ്റെ മുകളിൽ ഉഹദ് മലയും മറ്റൊക്കെ കാണാം. മാഷാ അല്ലാ. ആ കാണുന്നതാണ് ഉഹദ് മല. ഇതിൻ്റെ അടുത്താണ് ഈ മ്യൂസിയം ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹദ് മല എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഉഹദിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും ഉഹദ് മലയെ സ്നേഹിക്കണം. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇൻഷാ അല്ലാ.